മക്കളെ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്മാരകം നോക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചില്ലകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അതു കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെയൊരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരുമറിയാതെ നാളെ ഒരു മരം. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാൻ കാരണമെന്താവാം? കണ്ടെത്തി എഴുതുക. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ മനോഹരമായ ഒരു ശ്രമമായി കാണണം എന്നാണ് കവി കവിതയുടെ തുടക്കത്തിലേ വിവരിച്ചിടുന്നത്. എന്തുകൊണ്ടെന്നാൽ അത്രമേൽ ലളിതമായി ആവിഷ്കരിക്കുന്ന യാത്രയാണല്ലോ അത്. ചിറകുകളില്ലാതിരുന്നിട്ടും, സ്വന്തമായി പറക്കാനിടമില്ലാതിരുന്നിട്ടും, ദേശാന്തരങ്ങൾ താണ്ടാൻ കഴിയാതിരുന്നിട്ടും അത് അതിൻ്റെ പറക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരമ്മ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെ കാക്കുന്നു എന്ന പോലെ തൻ്റെ വിത്തിനെ അത്രമാത്രം കരുതലോടെ കാത്തുകൊണ്ട് പറക്കുകയാണ് അപ്പൂപ്പൻ താടി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ചർച്ച ചെയ്യുക. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എത്രമേൽ കരുതലോടെയാണ് നോക്കുന്നത്, അത്രമേൽ കരുതലോട് തന്നെ തൻ്റെ വിത്തിനെ മടിയിൽ വെച്ച് യാതൊരു ഭാരവും അറിയാതെ അതിൻ്റെ പറക്കൽ തുടരുകയാണ് അപ്പൂപ്പൻ താടി. കുഞ്ഞ് അമ്മയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ നാളേകൾ കുഞ്ഞിലൂടെയാണല്ലോ കാണാനാവുക. അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി തൻ്റെ നാളേകൾ തൻ്റെ കയ്യിൽ ഭദ്രമാക്കുകയാണ്. അത്രമേൽ ഭദ്രമായി തൻ്റെ തലമുറകളെ കയ്യിലൊതുക്കുകയാണ് അപ്പൂപ്പൻ താടി. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൊരുൾ എത്ര കാലമെടുത്താലും വിശദീകരിക്കാൻ സാധിക്കാത്ത ബന്ധമാണ്. മൂന്നാമത്തെ ചോദ്യം. ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കുക. കവിതയുടെ തുടക്കത്തിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ എളിയ പറക്കൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കവിതയുടെ അവസാനമാവട്ടെ അതൊരു ധീരമായ പറക്കലായി മാറുന്നു. ചിറകുകളും ദേശാന്തരങ്ങളും ആകാശവും സ്വന്തമായില്ലാത്തവന്റെ പറക്കൽ വെറും ഒരു പറക്കൽ അല്ല, അതൊരു പ്രയാണമാണ്. ഭൂമിയിലെ ഏറ്റവും ലളിതമായ ഒന്നിൻ്റെ പ്രയാണം. ഒന്നുമില്ലാത്തവനും ഭൂമിയിൽ ഏറ്റവും ചെറിയവനും സ്വന്തമായി ആകാശവും ചിറകുകൾ ഇല്ലാത്തവൻ പറക്കാൻ സാധിക്കും എന്നുള്ള ഭൂമിയുടെ അടയാളമായാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കൊണ്ട് കവി സൂചിപ്പിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ചെറിയവ പുലർത്തുന്ന ജീവിതം ഒരു പാഠമാണ്. ഏറ്റവും എളിയവരുടെ പറക്കൽ ധീരമായ അടയാളപ്പെടുത്തലാണ്. വീണുപോകുന്നിടത്ത് ഒരു സ്മാരകം അവശേഷിപ്പിച്ചു തൻ്റെ പറക്കൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും എളിയവൻ ഒരു സ്മാരകമാകുന്നത്. ഒരു തലമുറയെ തൻ്റെ കയ്യിലൊതുക്കി വീണിടത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ആരും പുകഴ്ത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ഇല്ലാത്തവൻ്റെ പ്രയാണമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ. തൻ്റെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അപ്പൂപ്പൻ താടി പറക്കുന്നത് എന്ന് കവി പറയുന്നു. അത് തൻ്റെ ഇല്ലായ്മയിൽ സ്വയം മുന്നോട്ട് തെളിയിച്ച ധീരമായ സഞ്ചാരപാതയാണ് അപ്പൂപ്പൻ താടി അടയാളപ്പെടുത്തുന്നത്. വീണുപോകുന്നിടത്ത് പോലും തൻ്റെ സ്വത്വത്തെ കൈവിടാതെ മുന്നോട്ട് പോകുകയാണ് അപ്പൂപ്പൻ താടി. വരാനിരിക്കുന്ന നാളെകളെക്കുറിച്ച് വമ്പൻ പ്രതീക്ഷകൾ ഇല്ലാതെ സ്വയം വഴി തെളിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പൂപ്പൻ താടി. നാലാമത്തെ ചോദ്യം നോക്കാം. ഒരു വിത്തിന്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിച്ചിരിക്കുകയാണ് കവി. ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. വിത്തുകൾ എല്ലാം ഭൂമിയുടെ കുഞ്ഞുങ്ങളാണ്. ഭൂമിയുടെ നാളേകൾ എല്ലാം ഭൂമി ഭദ്രമാക്കുക വിത്തുകളിലൂടെയാണ്.
എല്ലാ പ്രതീക്ഷകളും പച്ചപ്പും ഭൂമി നിറച്ചു വെച്ചിരിക്കുന്നത് ഓരോ വിത്തുകൾക്കുള്ളിലാണ്. ഒരു വിത്തിന്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. ജീവിതം തന്നെ ഒരു യാത്രയാണ്. ഓരോ വിത്തുകളിൽ നിന്നുമാണ് ഓരോ യാത്രകളുടെയും തുടക്കം. യാത്രകൾ നമുക്ക് തരുന്നത് ജീവിത പാഠങ്ങളാണ്. പ്രപഞ്ചത്തിലെ വിത്തുകൾ നടത്തുന്ന ലളിതമായ യാത്രയും നമുക്ക് പ്രകൃതി ഒരുക്കുന്ന പാഠപുസ്തകങ്ങളാണ്. അത്രമേൽ നിശബ്ദമായി, പ്രഹസനങ്ങളില്ലാതെ, പ്രചോദനമോ ആർപ്പുവിളികളോ, മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ പ്രോത്സാഹനത്തിന് ആരുടെയും വാക്കുകൾ പോലുമില്ലാതെ സ്വന്തം എന്ന് പറയാൻ ദേശാന്തരങ്ങളോ ആകാശമോ ഇല്ലാത്തവരുടെ യാത്രകളെ അടയാളപ്പെടുത്തുകയാണ് വിത്തുകൾ. വിത്തുകൾ തങ്ങളുടെ പരിമിതമായ ഇടത്തുനിന്നും തങ്ങൾക്ക് ആവശ്യമുള്ള ഊർജം ആഗിരണം ചെയ്ത് സ്വയം പരിചരിക്കുകയാണ്. എവിടെയാണോ തൻ്റെ യാത്രയെ അവസാനിക്കുന്നത് അവിടെ നിന്നും പുതിയ ഒരു നാളുകൾ തുറന്ന് തൻ്റെ യാത്രയുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുകയും തൻ്റെ തലമുറകളുടെ പ്രയാണത്തിന് വഴി തുറക്കുകയും ചെയ്യുന്നു. എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. വീരാൻകുട്ടി. സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക. എനിക്ക് ഒന്നും അറിയില്ല, അത്രമേൽ എളിയവനാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ പൂർണ്ണമായ അറിവ് എന്ന് സോക്രട്ടീസ് പറയുന്നു. തനിക്കെല്ലാത്തിനെക്കുറിച്ചും അറിയാമെന്ന വിചാരം അറിവില്ലായ്മയുടെ തുടക്കവുമാണ്. എന്തുകൊണ്ടെന്നാൽ നാം ദിനം പ്രതി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിനും ജീവിതം അത്രമേൽ ലളിതവും നിഷ്പ്രഭവുമാണ് എന്ന തിരിച്ചറിവിൽ ജീവിക്കുന്നതുമാണ് ഏറ്റവും ലളിതവും മനോഹരവും. ഈ തിരിച്ചറിവ് മനുഷ്യന് പ്രദാനം ചെയ്യുന്നത് ലോകത്തെക്കുറിച്ചുള്ള പരമമായ വെളിച്ചമാണ്. ഇതേ ആശയത്തെ ഉൾക്കൊണ്ടാണ് വീരാൻകുട്ടി തൻ്റെ കവിതയിൽ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന് പറയുന്നത്. ഒന്നും അറിയാത്തവന് തൻ്റെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെക്കുറിച്ച് വളരെയേറെ ചിന്തിക്കേണ്ടി വരുന്നില്ല. വരുന്നതിനെല്ലാം ചെറുതാകുന്നതിൻ്റെ കഴിവുകൾ കൊണ്ട് തരണം ചെയ്ത് ഒടുവിൽ അതിനെ യാത്രയുടെ അവസാനത്തിൽ പോലും തനിക്ക് താനായി നിൽക്കാനുള്ള, തുടരാനുള്ള ഇടം കണ്ടെത്തുകയും ചെയ്യുന്നു. പ്രകൃതി പങ്കുവയ്ക്കുന്ന ചെറിയ ജീവകണങ്ങളുടെ ജീവിത പാഠമാണ് അപ്പൂപ്പൻ താടിയിലൂടെ വീരാൻകുട്ടി ആവിഷ്കരിക്കുന്നത്. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കിയത് നോക്കാം. പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയിലെ വരികളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ വാക്കുകൾ കൊണ്ട് അത്രമേൽ ലളിതമായി വലിയ കാര്യങ്ങൾ, വലിയ മാനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കവി. ലോക വീക്ഷണങ്ങൾ തന്നെ 4 വരിയിൽ ഒതുക്കി ഏറ്റവും എളിയ ഒരു കിളിയുടെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ. മലയാള കവിതയിൽ വാക്കിൻ്റെയും സൂക്ഷ്മാനുഭവങ്ങളുടെയും ആഖ്യാനങ്ങൾ സൃഷ്ടിച്ച കവിയാണ് പി രാമചന്ദ്രൻ. കാൽപ്പനികതയെ മറിച്ചിട്ട 90കളിലെ കവികളിൽ ഒരേ സമയം പാരമ്പര്യത്തെയും നവീനതയെയും മിതവാക്കായി സമന്വയിപ്പിച്ചയാൾ. ഏറെ എഴുതാതിരുന്നിട്ടും ഏറെ ആഴത്തിൽ മുഴക്കമുണ്ടാക്കിയ കവി. ലളിതമെന്ന് തോന്നുന്ന ഒരു പക്ഷിച്ചിറകിലൂടെ മനുഷ്യ ഭാഗധേയത്തെയും ലോകത്തേക്കുള്ള എല്ലാ ജനതകളിലേക്കും മനുഷ്യ ജീവിതത്തിൻ്റെ ലാളിത്യത്തെ ആവിഷ്കരിക്കുകയാണ് കവി. എന്നാൽ വീരാൻകുട്ടിയുടെ സ്മാരകത്തിലാകട്ടെ കിളിയേക്കാൾ ലളിതമായ അപ്പൂപ്പൻ താടി സ്വന്തമായി ദേശാന്തരങ്ങളും ആകാശവും ഇല്ലാഞ്ഞിട്ടും അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ സ്വയം മറന്ന് അതിനെ കർത്തവ്യത്തിൽ മുഴുകുകയും ഏറ്റവും ലളിതമായി തൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തിരക്കിട്ട ലോകത്ത് മനുഷ്യർ മത്സരത്തിലാണ്. തങ്ങൾക്ക് നിലനിൽക്കാൻ, തൻ്റെ നിലനിൽപ്പുകൾ അടയാളപ്പെടുത്താൻ മനുഷ്യൻ അത്രമേൽ ക്രൂരമായി ഇടപെടലുകൾ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും കാണാൻ സാധിക്കും. എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ജീവികൾ തങ്ങളുടെ ജീവിതത്തെ വളരെ ലളിതമായി ആവിഷ്കരിക്കുന്നത് മനുഷ്യന് പാഠമാകുകയാണ് വേണ്ടത്.
കവിതയും ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതമായ ജീവിതങ്ങളാണ്. ആരോടും മത്സരിക്കുകയോ പരാതികൾ പറയാതെയും തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ചെറിയ ജീവികളുടെ മഹത്വമാണ് ഈ കവിതകൾ. ചെറുതായിരിക്കുന്നതിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് ഈ കവിതകൾ. അപ്പോൾ അത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.